നമസ്തേ. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിമർശനത്തിനോട് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശനം കേൾക്കുന്നത് വലിയ താല്പര്യമുണ്ടാവില്ല, അതിനോട് ഓവർ റിയാക്ട് ചെയ്യും. ചില ആളുകളാണെങ്കിൽ വിമർശനം അവർക്ക് യാതൊരു വിഷയവുമല്ല, ആരെന്ത് പറഞ്ഞാലും അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള വിമർശനങ്ങളിൽ എത്രയെണ്ണം ആത്മാർത്ഥമായിട്ടുണ്ട്? വിമർശനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മുഖത്ത് നോക്കി നമുക്കൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം തരുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, എത്ര ശതമാനമുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആൾക്കാരെ ഇന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം 1-2% ആളുകളെ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നന്നാകാൻ വേണ്ടി കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ മുഖത്ത് നോക്കി അഭിപ്രായവും കാര്യങ്ങളും പറയുന്ന ആൾക്കാർ. അല്ലാത്ത പക്ഷത്തിൽ നോക്കുന്ന സമയത്ത് ഭൂരിഭാഗം വിമർശനങ്ങളും അവരുടേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, അവരുടേതായിട്ടുള്ള സുപ്പീരിയോറിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളെയും മറയ്ക്കാൻ വേണ്ടിയും വരുന്ന വിമർശനങ്ങൾ ഒരുപാടുണ്ട്. ഇത്തരത്തിൽ എങ്ങനെയാണ് നമുക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം തിരിച്ചറിയാനായിട്ട് സാധിക്കുക? ആത്മാർത്ഥത കുറഞ്ഞ ഫ്രസ്ട്രേഷന്റെ പുറത്തുള്ള അവരുടെ ആധികാരികതയും സുപ്പീരിയോറിറ്റിയും ഉറപ്പിക്കാൻ വേണ്ടി നമ്മളെ വിമർശിക്കുകയും നമ്മളെ അടിച്ചമർത്തുകയും നമ്മുടെ വില കുറച്ച് കാണിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ജോലി സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ പല മേഖലകളിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവർ വിമർശിക്കുന്ന സമയത്ത് അവരെ തന്നെ പഠിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ്. എങ്ങനെയാണ് ഓരോരുത്തരുടെ വിമർശനത്തിൽ നിന്നും അവരുടെ കുറവുകളെ നമുക്ക് ലേൺ ചെയ്യാനായിട്ട് സാധിക്കുക? അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്ത എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾക്ക് മോട്ടിവേഷൻ പകരുകയും അതുപോലെ തന്നെ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ ടൈം വിമർശനം നമ്മളെ ഹർട്ട് ചെയ്യാറുണ്ട്. ചില ആളുകൾ മറ്റുള്ളവരുടെ മുന്നിലിട്ട് നമ്മളെ വിമർശിക്കും, അത് വളരെ വേദനാജനകമാണ്. ചില വ്യക്തികൾ രഹസ്യമായിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് വ്യക്തിപരമായിട്ട് ക്രിറ്റിസിസം പറയും. പുകഴ്ത്തുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പുകഴ്ത്തുകയും ചെയ്യും. വളരെ ആത്മാർത്ഥതയോടെയുള്ള ഒരു നീക്കമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാവുന്നതാണ്. എന്നാൽ ആളുകൾ പല സമയത്ത് മാറി മറിഞ്ഞിരിക്കും. അവർ ചില സമയത്ത് മാനിപ്പുലേഷന് വേണ്ടിയും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ പ്രിട്ടൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഈ വിമർശനം എന്ന് പറയുന്നത് ഞാൻ നിനക്ക് വളരെ ആത്മാർത്ഥമായിട്ടാണ് വിമർശനം നൽകുന്നത് എന്ന് നമ്മളെ ധരിപ്പിക്കുകയും എന്നാൽ പതിയെ പതിയെ നമ്മളെ തളർത്തുന്ന ആളുകളും അത്തരത്തിലുള്ള മാനിപ്പുലേറ്റേഴ്സും നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഏത് തരത്തിലുള്ള വിമർശനമാണ് ഇയാൾ പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ആത്മാർത്ഥതയോട് കൂടിയുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണോ അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കണം. അതിനാൽ ഈ പറയുന്ന കാര്യം യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബെനഫിഷ്യൽ ആണോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേസമയം തന്നെ ക്രിറ്റിസിസം റിവീൽസ് എ ലോട്ട് അബൌട്ട് ദം. മറ്റുള്ളവർ വിമർശിക്കുന്ന ആളുകൾ അവരെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ക്രിറ്റിസിസം നമുക്ക് റിവീൽ ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെ വിധിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ആളുകൾ അവരങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തിലെ ഒരുപാട് ഫ്ലോസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ടും കാണാനായിട്ടും സാധിക്കും. ഇത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് തളർച്ച ഉണ്ടാകാതെ ജീവിതത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജ്ഞാനം പങ്കുവെക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. സെൽഫ് അവയർനെസ്, അതായത് എന്റെ നെഗറ്റീവും പോസിറ്റീവും എന്തൊക്കെയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏതൊക്കെ ഏരിയയിലാണ് വീക്ക്നെസ് ഉള്ളത്, ഇത് നമ്മൾ ഒരിക്കൽ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ ഒരേ തരത്തിലുള്ള കാര്യം പല ആളുകൾ നമ്മളോട് പറയുകയാണ് എന്ന് വിചാരിക്കുക. അതായത് പരസ്പരം ബന്ധമില്ലാത്ത പല മേഖലകളിലുള്ള ആൾക്കാർ നമ്മളോട് പറയുകയാണ്, നിനക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം നീ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ അത് ശരിയാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ലോജിക്കലി അവിടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. നമുക്ക് സ്വയം അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ, ഒരു പ്രൊഫഷണലിന്റെ, ഒരു സൈക്കോളജിസ്റ്റിന്റെ മറ്റോ സഹായം എടുക്കാവുന്നതുമാണ്. അത് നമ്മളെ അത്ര കണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് എംപതി എന്ന് പറയുന്നത്. ഇന്നത്തെ ആളുകളിൽ വളരെ കുറഞ്ഞു വരുന്നൊരു കാര്യമാണ്. ചില ആളുകൾക്ക് എംപതി കുറവായിരിക്കും. അപ്പൊ അവർ നമ്മളോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നത് പോലെ തോന്നും. അവർ ക്രൂരമായിട്ട് മനഃപൂർവ്വം പെരുമാറുന്നതല്ല, പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഓരോ പ്രവൃത്തികളും നമുക്ക് എത്രമാത്രം വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് ക്രൂരമായിട്ട് പെരുമാറുകയും അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ചിലപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് മനസ്സിലാക്കാതെ പെരുമാറുന്നത് എന്നൊക്കെ. അപ്പൊ ആ സമയത്ത് അവരുടെ അടുത്തു നിന്നുണ്ടാകുന്ന മറുപടി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്താണ് കുഴപ്പം എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമായിരിക്കും ചിലപ്പോൾ കേൾക്കാനായിട്ട് സാധ്യത എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് എംപതിയാണ്. അവർ നിങ്ങളെ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ വേറൊരാളുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള
അവരുടെ ബൗദ്ധിക ശേഷിയുടെ കഴിവിന്റെ ഒരു കുറവായിട്ടാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗം തന്നെയാണ് അത് എന്നും നമുക്ക് പറയേണ്ടതായിട്ട് വരും ഈ ഒരു അവസ്ഥയിൽ. അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി, എമ്പതി എന്ന് പറയുന്നത് ചില സമയത്ത് അത് കുറഞ്ഞ ആളുകളായിരിക്കും നിങ്ങൾക്ക് തീരെ എമ്പതി ഇല്ല, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയാനായിട്ട് സാധ്യതയുള്ളത്. അപ്പൊ ഈ ഒരു അറിവ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ തളർന്നു പോയില്ല എന്നുള്ളതാണ്. മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ബട്ട് അത് ആ വ്യക്തിക്ക് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കിനി അടുത്ത കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുറേം കൂടി വ്യക്തമായിട്ട് മനസ്സിന്റെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഈ കളികളുടെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾ പറഞ്ഞേക്കാം നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ് എന്നുള്ളത്. സെൻസിറ്റീവ് ആകുന്നത് എപ്പോഴാണ്? നമുക്ക് വേദന ഉണ്ടാകുന്ന സമയത്താണ്, നമുക്ക് ഹർട്ട് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ സെൻസിറ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ചിലർ പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾ അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളൊന്നും അല്ല, നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ട്. ചില സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ വർത്താനം നമ്മളുടെ സെൽഫ് അവയർനെസ്സിനെ പോലും തകർക്കുന്ന രീതിയിലായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത്. അപ്പൊ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ് എന്നൊരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് മറ്റുള്ള ആൾക്കാരൊന്നും അങ്ങനെ പറയുന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ വ്യക്തിക്ക് ഇമോഷണൽ ഇന്റലിജൻസ് കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് കുറവാണ് എന്നുള്ളത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ പല രീതിയിലുള്ള തെറാപ്പീസിലൂടെയും മറ്റും നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വയമേ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണത്. മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതൊരു സയൻസിനപ്പുറത്തേക്ക് അതൊരു കലയും കൂടിയാണ്. അപ്പൊ അവരുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവ് കാരണമാണ് അവർ പറയുന്നത് നിങ്ങൾ ഹൈലി സെൻസിറ്റീവ് ആണ് എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്റ്റീരിയോ ടൈപ്പ് ആകേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നമ്മൾ എത്രമാത്രം സെൻസിറ്റീവ് ആണ് എന്നുള്ളത്. അത് അവരുടെ കുറവ് കൊണ്ടാണ് അവർ ഈ വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ജീവിതത്തിൽ കുറച്ചും കൂടി യുക്തിപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും. ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഇടപാടുകൾ അതിനനുസരിച്ച് മാറ്റം വരുത്താനായിട്ടും ബൗണ്ടറീസ് അല്ലെങ്കിൽ അതിർവരമ്പുകൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ശക്തമാക്കാനും അല്ലാത്ത സ്ഥലങ്ങളിൽ ഫ്ലെക്സിബിൾ ആക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. ചില ആളുകൾ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. ഇവിടെ എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത്രയും അപകടകാരിയായിട്ടുള്ള ആളാണോ? നിങ്ങൾ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ, നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ അവർക്ക് മനസ്സിലാകാത്തത്? അല്ലെങ്കിൽ അവരിങ്ങനെ പറയുന്നത് നിങ്ങൾ തർക്കിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്? ദെയർ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ്. അവർക്ക് അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ഉള്ളിലുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞ് അവിടെ സമർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആക്ച്വലി നിങ്ങൾ അവിടെ ആർഗ്യൂ ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഇത് ശരിയാകുന്നത്. നിങ്ങളും അവിടെ ആക്രോശിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആക്രോശിക്കുന്നതിന്റെ അത്രയും അവർക്ക് ആക്രോശിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ചില സമയത്ത് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സൈലൻസ് ആണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക, എപ്പോഴും എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ബോഡി ലാംഗ്വേജിൽ കൂടി പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് സംടൈംസ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോസുകൾ, സൈലൻസുകളൊക്കെ കമ്മ്യൂണിക്കേഷന്റെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ് എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. പക്ഷേ നിങ്ങൾ അത്യാവശ്യം കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താൻ കഴിവുള്ള ആളാണ്, എന്നിട്ട് ഒരാൾ പറയുകയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ പ്രോബ്ലമാണ്. ഒരുപാട് പേരൊന്നും അങ്ങനെ പറയുന്നില്ല, ബട്ട് ചില വ്യക്തികൾ മാത്രം അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ആകുകയോ പിന്നോട്ട് പോവുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളവിടെ മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു കുറവാണ്. നമ്മൾ ഈ കുറവൊക്കെ എന്തിനാ മനസ്സിലാക്കുന്നത്? അവരെ അക്സെപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും വേണ്ടിയിട്ടാണ്. ചില ആളുകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്താ അവിടെ സംഭവിക്കുന്നത്? അവർക്ക് സെൽഫ് അവയർനെസ് കുറവായതുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ നെഗറ്റീവ്സ്, നമ്മുടെ തന്നെ വീക്ക്നെസ്സുകൾ, നമ്മുടെ തന്നെ പോരായ്മകൾ, ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, നമ്മൾ വേറുള്ള ആൾക്കാരുടെ കുറ്റം കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയുമില്ല. മറ്റൊരാളുടെ കുറ്റം നമ്മൾ പറഞ്ഞതുകൊണ്ട് ആർക്കും അത് ഒരു വിധത്തിലുള്ള ബെനിഫിറ്റും ഉണ്ടാക്കുന്നില്ല, ദോഷങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. മുഖത്ത് നോക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് ആളുകളോട് പറയാം. എന്നിട്ട് മാറേണ്ടതാണെങ്കിൽ ആളുകൾ മാറും. അല്ലാതെ എത്ര തവണ പറഞ്ഞാലും എത്ര കണ്ട് പറഞ്ഞിട്ടും ആളുകൾക്ക് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെൽഫ് അവയർനെസ് കുറവാണ് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സത്യസന്ധതയില്ലാത്ത ആളുകൾ.
അവരെപ്പോഴും സത്യത്തിനെ വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കും. അവര് ട്രൂത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. നിങ്ങൾ സത്യത്തിനെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പെർസെപ്ഷൻ ഉണ്ടല്ലോ, ആ പെർസെപ്ഷനെ ആൾട്ടർ ചെയ്യിച്ചുകൊണ്ട് അവരുടെ ഭാഗമാണ് ശരിയെന്ന് കാണിക്കാനായിട്ട് പല വിധത്തിലുള്ള മാനിപ്പുലേഷൻസ് ചെയ്യും. ഇത് അവരുടെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധരായിട്ടിരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നത് തന്നെ. ചില ആളുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ബൗണ്ടറിയിലേക്ക് ഇൻവേഡ് ചെയ്തു വരുന്ന ആളുകൾ. നമുക്ക് എല്ലാവർക്കും ഒരു ബൗണ്ടറി ഉണ്ട്. ആ വ്യക്തിഗതമായിട്ടുള്ള അതിർവരമ്പുകൾക്കുള്ളിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ. ഇവരുടെ കുറവ് എന്താണ്? എന്തുകൊണ്ടാണ് അവരങ്ങനെ വരുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? അവർക്കും ബൗണ്ടറീസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ ബൗണ്ടറീസ് ശക്തമല്ലാത്തത് കൊണ്ട് അവർ മറ്റുള്ളവരുടെ ബൗണ്ടറീസിന്റെ ഉള്ളിലേക്ക് കയറുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ബൗണ്ടറി ചിലപ്പോൾ ശക്തിപ്പെടുത്തേണ്ടി വരും, ചില ഭാഗങ്ങൾ ഫ്ലെക്സിബിൾ ആക്കേണ്ടി വരും. എന്തു തന്നെയാണെങ്കിലും അവരുടെ ഇൻവേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് പോസിറ്റീവായിട്ട് ഭവിക്കാനുള്ള സാധ്യതയില്ല. കാരണം അതൊരു അൺഹെൽത്തി പേഴ്സണാലിറ്റിയാണ്. നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള പേഴ്സണാലിറ്റീസുമായിട്ട് കൂട്ടുകൂടുന്ന സമയത്ത് ഒന്നുകിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കണം നമ്മളെ സറൗണ്ട് ചെയ്യിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള വ്യക്തികളാൽ നമ്മൾ സറൗണ്ട് ചെയ്യപ്പെടുന്ന സമയത്ത് വച്ചടി നമുക്ക് വളർച്ച ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റുള്ള വ്യക്തികളെ, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത്. അത് നമ്മുടെ തന്നെ വ്യക്തിത്വം, നമ്മുടെ തന്നെ ഉത്തരവാദിത്വം, നമ്മുടെ തന്നെ കർമ്മം, നമ്മുടെ തന്നെ പ്രവർത്തികളുടെ റിസൾട്ടാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ മാത്രം പ്രവർത്തികളുടെ റിസൾട്ടാണ്. ചില ആളുകൾ ഉണ്ടായിരിക്കും അവരുടെ തെറ്റുകളെ എപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എന്താണ് അവർക്കുള്ള കുറവ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അവർക്കുള്ള കുറവ് എന്ന് പറയുന്നത് ദ ലാക്ക് ഇന്റഗ്രിറ്റി എന്നുള്ളതാണ്. അവർക്ക് അവരുടെ തെറ്റുകളെ അംഗീകരിക്കാനും പറ്റുന്നില്ല, മറ്റുള്ളവരോട് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ടും ഒത്തുചേർന്ന് പ്രവർത്തിക്കാനായിട്ടും അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് എപ്പോഴും അവർ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ ചെയ്തതൊന്നും തെറ്റല്ല, അല്ലെങ്കിൽ ഈ തെറ്റുകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആണ് എന്ന് എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികൾക്കും ഈ പറഞ്ഞ ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, ചില വ്യക്തികളുണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള നിങ്ങളുടെ കുറ്റങ്ങളെ അല്ലെങ്കിൽ കുറവുകൾ, നിങ്ങൾക്കുണ്ടായിട്ട തെറ്റുകൾ, അതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അത് പിന്നീട് വീണ്ടും എടുത്തിട്ടുകൊണ്ട് വീണ്ടും അസമാധാനം സൃഷ്ടിക്കുക എന്നുള്ള അവസ്ഥകൾ. തെറ്റുകൾ എല്ലാ മനുഷ്യനും സംഭവിക്കും. പക്ഷെ ഈ തെറ്റുകൾ മറക്കാനോ പൊറുക്കാനോ കഴിയുന്നില്ല എന്നുള്ള അവരുടെ കുറവ് കൊണ്ടാണ് തീർച്ചയായിട്ടും അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാഴ്ചവെക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മളെ കുറ്റം പറയുക, നമ്മളെ വിമർശിക്കുക, നമ്മളെ ആക്ഷേപിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകൾ, ഈ അറിവുകൾ നിങ്ങൾ മനസ്സിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിലും നിങ്ങളെ പിന്നോട്ടടിക്കുകയോ ഹർട്ട് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഈ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.